ലോകമെമ്പാടുമുള്ള കോടാനുകോടി ജനങ്ങളുടെ മരണത്തിന് കാരണമായ കോവിഡ്-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് ഇത് നാച്ചുറലായി ഉണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാബിൽ മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണെന്നുള്ള രീതിയിലുള്ള തെളിവുകളാണ് എപ്സ്റ്റീൻ ഫയൽസിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന എപ്സ്റ്റീൻ ഫയൽസിൽ ഒരു മെയിലിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ബിൽ ഗേറ്റ്സിന് പണ്ട് തൊട്ടേ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിന് ഈ പറയുന്ന വൈറസുകളെ പറ്റിയുള്ള പഠനങ്ങൾക്കും അതിനെതിരെയുള്ള വാക്സിനുകളെ പറ്റിയുള്ള പഠനങ്ങൾക്കുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും അതിലേക്ക് ഇറങ്ങാനും തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് റിസർച്ചിന് താൻ റെഡിയാണെന്നുള്ള രീതിയിൽ ബിൽ ഗേറ്റ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എപ്സ്റ്റീൻ്റെ ഒരു ഫയലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ കോറിലേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു കോൺസ്പിറസി ഡെവലപ്പ് ആകുന്നത്. ഓൾറെഡി ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസിയാണ്. മറ്റൊന്നുമല്ല, 2015 ടെഡ് ടോക്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ് ടെഡ് ടോക്സ് എന്ന് പറയുന്നത്. സയൻസ് അല്ലെങ്കിൽ ടെക്നോളജിയെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ചർച്ചകൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ടെഡ് ടോക്സിൽ ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗ്ലോബൽ പാൻഡമിക് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം, ആ രീതിയിലുള്ള ആ ഒരു ടോപ്പിക്കിനെ പറ്റി ബിൽ ഗേറ്റ്സോട് സംസാരിക്കുകയുണ്ടായി. കൃത്യം 2017 വുഹാൻ അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള നിങ്ങൾക്കറിയാം കൊറോണയുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ വുഹാനിലുള്ള ലാബിൽ നിന്നൊക്കെയാണെന്നുള്ള ചർച്ചകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിവേ, വുഹാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബിൽ ഗേറ്റ്സ് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനുള്ള കമ്പനികൾക്കും അതേപോലെ വൈറസിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന കമ്പനികൾക്കും വേണ്ടി ബിൽ ഗേറ്റ്സ് നടത്തുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തൊട്ടേ, അതായത് പോളിയോ ഒക്കെ തൊട്ടേ ഉള്ള അല്ലെങ്കിൽ പോളിയോയ്ക്ക് വരെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്ന വാക്സിനുകൾ കണ്ടുപിടിക്കുന്ന ഒരുപാട് കമ്പനിയിൽ പണ്ട് തൊട്ടേ ബിൽ ഗേറ്റ്സിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതുപോലെയുള്ള രോഗങ്ങളുടെ വാക്സിനുകളുടെ ഡെവലപ്മെൻറ്റിൽ പണ്ട് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. കാരണം അത് അത്രയും വലിയൊരു ഹ്യൂജ് ലാഭം കിട്ടുന്ന ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ലാഭത്തിന് വേണ്ടിയിട്ട് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു വൈറസിനെ ഡെവലപ്പ് ചെയ്യുകയും അതിന് വേണ്ട വാക്സിനുകൾ സ്വയം നിർമ്മിച്ച് ആയിരക്കണക്കിന് കോടികൾ അല്ലെ 10,000 കോടാനുകോടി കണക്കിന് രൂപ നേടുകയും ചെയ്തു എന്നുള്ള രീതിയിലുള്ള അലിഗേഷനാണ് ബിൽ ഗേറ്റ്സിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 2015 അദ്ദേഹം ഒരു ഗ്ലോബൽ പാൻഡമിക്കിനെ പറ്റി സംസാരിക്കുന്നു. കൃത്യം 2017 അദ്ദേഹം വളരെ വലിയ ഭീമമായ തുകകൾ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2019-20 കാലഘട്ടത്തോടു കൂടി കോവിഡ് വൈറസ് ലോകത്തെ മൊത്തം കീഴടക്കുന്നു. അതിനുള്ള മരുന്നുമായിട്ട് വാക്സിനുമായിട്ട് ബിൽ ഗേറ്റ്സ് തന്നെ രംഗപ്രവേശനം ചെയ്യുന്നു. ഊഹിക്കാവോ എന്തുകൊണ്ടായിരിക്കും ഈ കോൺസ്പിറസി എന്നുള്ളത്? എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നോക്കാം.